ഒരിക്കൽ ഒരു സന്യാസിയും ഗുരുവും മലഞ്ചെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ വഴിയിൽ കല്ലുകളുണ്ട്, മുള്ളുകളുണ്ട്, കുഴികളുണ്ട്, ചെളിയുണ്ട്. ആ സമയത്ത് സന്യാസി ഗുരുവിനോട് പറഞ്ഞു, വഴിയിൽ തടസ്സങ്ങളാണ്. ഗുരു പറഞ്ഞു, ഈ തടസ്സങ്ങൾ വഴിയുടെ ഭാഗമാണ്. അതിൽ ഒരു കുഴിയ്, കല്ല്, മുള്ളുകൾ, ചെളികൾ, അത് നിൻ്റെ മനസ്സിനെ ശക്തനാക്കാനാണ്. ഈ ഒരു പാഠം നീ പഠിക്കുകയാണെങ്കിൽ നിൻ്റെ മുന്നിൽ തടസ്സങ്ങൾ ഇല്ല. സന്യാസി മനസ്സിലാക്കി, ശരിക്കും തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് തടസ്സം. ജീവിതത്തിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ അത് പ്രതികൂല സാഹചര്യങ്ങളല്ല, അനുകൂല സാഹചര്യങ്ങളാണ്. കാരണം ആ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. പാഠം പഠിക്കാനുള്ളത് കൊണ്ട് ആ സാഹചര്യമെന്ന് പറയുന്നത് ഒരു നല്ലൊരു അധ്യാപകനാണ്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? പക്ഷെ അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ ഒരു പാഠമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ അകന്നു പോകുന്നതല്ല ജീവിതം. ശരിക്കും ഈ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളെ ശക്തരാക്കാനാണ്. കൊടുങ്കാറ്റിൽ ഒരു വലിയ വൃക്ഷത്തിൻ്റെ വേരിനെ ഇളക്കാൻ കഴിയില്ല. ശരിക്കും ഈ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കളല്ല, ശരിക്ക് നമ്മുടെ മിത്രമാണ്. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് പറയാറുണ്ട്, ശരിക്കും ആ സാഹചര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മദ്യപിക്കുന്ന ഒരാൾ പറയും, ഇന്നേ സാഹചര്യമായതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയാത്തൊരാൾ പറയും, ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ആ നേട്ടം എനിക്ക് കൈവരിക്കാൻ കഴിയാതിരുന്നത്. ലോകം കണ്ട മഹാന്മാരുടെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, മഹാത്മാക്കളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെ അവിടെ എത്തിച്ചത് ഈ പ്രതികൂല സാഹചര്യങ്ങളാണ്. അനുഭവം നൽകിയ ചെറുതായുള്ള അറിവിൽ നിന്ന് ഞാൻ പറയുകയാണ്, ശരിക്ക് പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മളെ ഒരു സ്ഥലത്ത് എത്തിക്കുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിലെ മിക്ക വീടുകളിലും ഈ പറയുന്ന ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് അമ്മ പറയും, ആദ്യം വയറ് നിറച്ച് വെള്ളം കുടിക്കാൻ പറയും, അതിന് ശേഷമാണ് നമ്മൾ ചോറ് കഴിക്കുക. ഈ ചോറ് വളരെ സാവധാനത്തിലാണ് കഴിക്കുക. കറിയുടെ രുചിയെന്ന് പറയുന്നത് ഉപ്പ് മാത്രമാണ്. അതിനുശേഷം ജീവിതത്തിൽ പല വഴികളിലൂടെ കടന്നുപോയി പലയിടത്തുനിന്ന് രുചികരമായിട്ടുള്ള ആഹാരം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ആ ഉപ്പിൻ്റെ രുചി മാത്രമുള്ള കറി കഴിച്ചത് ഇന്നും ഓർമ്മയിലുണ്ട്. അത് ഒരു സുഗന്ധമായിട്ട് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കഷ്ടപ്പാടിലൂടെ കടന്നുപോയ ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകും. അത് ഇപ്പോഴും ഒന്ന് ഓർക്കുമ്പോഴൊക്കെ ഒരു സുഖമാണ്. ആ ഒരു സുഖം എന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദമൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത് അത് നിസ്സഹായാവസ്ഥയല്ല,
ആ നിസ്സഹായ അവസ്ഥ മനസ്സ് സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ എല്ലാ തടസ്സങ്ങളും മനസ്സാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ആ മനസ്സിനെ ശക്തമാക്കാനുള്ള ആ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്വീകരിക്കാനും നമുക്ക് ശക്തരാകാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ